ഇന്ന് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് അത്യാവശ്യമുള്ളതും അത്ര അത്യാവശ്യം ഇല്ലാത്തതുമായിട്ടുള്ള കിച്ചൺ പ്രൊഡക്ട്സ് ഒക്കെ കണ്ടാലോ. ഇതേ ഈ സ്പാച്ചുല സെറ്റില്ലേ, ഇത് അടിപൊളി സാധനമാണ്. കാരണം ഇത് വാങ്ങിക്കുമ്പോൾ 250 രൂപ ഉണ്ടായിട്ടുള്ളൂ. അതിന് ഇത് അടിപൊളിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യത്തിനുള്ള ഒരുവിധം എല്ലാ സ്പാച്ചുലയും ഈ ഒരു സെറ്റിലുണ്ട്. നല്ല ക്വാളിറ്റിയും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസിന് ഇതെന്തായാലും നല്ല ലാഭം തന്നെയാണ്. പിന്നെ അതുമല്ല, കാണാനും ഇത് ഭയങ്കര അടിപൊളിയാണ്. ലുക്കിലും വർക്കിലും നമുക്കിത് 100-ൽ 100 കൊടുക്കാം. ഇനി അടുത്ത പ്രൊഡക്റ്റാണ് ഈ ഗ്ലാസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഗ്ലാസ് ഹോൾഡർ. നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഗ്ലാസ് വെക്കുന്ന സാധനം. വാങ്ങിക്കുന്ന സമയത്ത് 150 രൂപയിൽ താഴെ ഉണ്ടായിട്ടുള്ളൂ. നല്ല പ്രൊഡക്റ്റാണ്, ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരേ സമയത്ത് 7 ഗ്ലാസ് വരെയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മാത്രം ഗ്ലാസ് വെച്ചാൽ എല്ലാം കൂടെ മറിഞ്ഞു വീണ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെക്കുമ്പോൾ മൊത്തത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലാസ് ഹോൾഡറിന് ശേഷം ഇനി അടുത്തത് കട്ട്ലറി ഹോൾഡർ. ഗ്ലാസ് സ്റ്റാൻഡ് പോലെ ഇതും സ്റ്റീലിൻ്റെ തന്നെയാണ്. ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 100 രൂപയിൽ താഴെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല പ്രൊഡക്റ്റാണ്. ഇനി ഇതാണ് പോർട്ടബിൾ ഫാൻ. കിച്ചണിൽ എന്താ പോർട്ടബിൾ ഫാനിന് കാര്യം എന്ന് ചോദിച്ചാൽ കിച്ചണിലല്ലാണ്ട് വേറെ എവിടെയാണ് കാര്യമുള്ളത്? വെറുതെ ചൂടെടുത്ത് പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലൊരു ഫാൻ ഉണ്ടെങ്കിൽ നല്ലപോലെ കാറ്റ് കൊണ്ടുകൊണ്ട് പണിയെടുക്കാൻ പറ്റും. ഇത് വാങ്ങിക്കുന്ന സമയത്ത് 500 രൂപയിൽ താഴെ ഉണ്ടായിട്ടുള്ളൂ. അടിപൊളി പ്രൊഡക്റ്റാണ്. ഒരുപാട് സമയം ഒരു 2-3 മണിക്കൂറൊക്കെ സുഖമായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് കിട്ടും. ഇതാണ് ഫുഡ് ക്ലിപ്സ്. ഇതത്ര അത്യാവശ്യമുള്ള പ്രൊഡക്റ്റൊന്നുമല്ല. നമുക്കൊരു റബ്ബർ ബാൻഡിൽ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതായത് നമ്മുടെ ഫുഡ് പാക്കറ്റൊക്കെ പൊളിക്കൂലേ, എന്നതിന് ശേഷം കാറ്റ് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കെട്ടുന്നതിന് പകരമായിട്ടൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. സംഭവം നല്ലൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ അത്യാവശ്യമുള്ള പ്രൊഡക്റ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. നമുക്കൊരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു നൂലോ ഒക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇത് കാണാൻ അടിപൊളിയാണ്. നല്ലൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാം. ഇതിൻ്റെ ബാക്കിൽ മാഗ്നറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഇതുപോലെ ഒട്ടിച്ച് വെക്കാനും പറ്റും. ഇനി ഇതാണ് എഗ് ട്രേ. എൻ്റെ അഭിപ്രായത്തിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണിത്. പ്രത്യേകിച്ച് ഭയങ്കര വലിയ ഉപകാരമൊന്നുമില്ല. മുട്ട പൊട്ടാനുള്ള സാധ്യത ഇതിൽ ഭയങ്കര കൂടുതലാണ്. പോരാത്തതിന് നമ്മൾ ഇതുപോലൊരു മുട്ട എടുത്താൽ ബാക്കി മുട്ട ബേക്കന്നെ വരുകയില്ല. വെറുതെ നമുക്ക് വേണമെങ്കിൽ വെറുതെ വാങ്ങിച്ച് വെക്കാം. മുട്ട വേണമെങ്കിൽ എളുപ്പത്തിൽ പൊട്ടിക്കാന്നല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വലിയ ഉപകാരമൊന്നും കാണുന്നില്ല. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇനിയിപ്പോൾ ഇതാ ഈ പ്രൊഡക്റ്റാണ് പോർട്ടബിൾ വാട്ടർ ബോട്ടിൽ. ഇതൊരു സിലിക്കണ്ട വാട്ടർ ബോട്ടിലാണ്. ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഏകദേശം 177 രൂപയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ. ഇത് ലീക്കാവുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ വെള്ളം എടുക്കാം. വെള്ളം എടുത്ത് നമ്മൾ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ മടക്കി ഒരു സൈഡിൽ എവിടെയെങ്കിലും വെക്കാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് സ്ഥലവും കാര്യങ്ങളൊന്നും ഈ കുപ്പിക്ക് വേണ്ടാന്നർത്ഥം. നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ മടക്കിയിട്ട് എവിടെയെങ്കിലും അടിപൊളിയായിട്ട് കുറച്ച് സ്ഥലത്ത് വെക്കാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി എന്നുള്ള കാറ്റഗറി പെടുന്നതാണ്. ഇനിയിപ്പോൾ കാണിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ 6 കണ്ടെയ്നേഴ്സാണ്. ഇതിപ്പോൾ 3 ഉള്ളൂ. 3 കൂടെ ഇവിടെ ഉണ്ട്. ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് വേണമെങ്കിൽ പരിപ്പ്, കടല അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മളിപ്പോൾ ബേക്കറി അങ്ങനത്തെ ഒന്നും ഇട്ട് വെക്കാൻ പറ്റില്ല. പെട്ടെന്ന് കാറ്റ് കടന്നിട്ട് സാധനങ്ങളൊക്കെ പോയി പോവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് സ്പോഞ്ചും സ്ക്രബ്ബറൊന്നും വേണ്ട. ഈ ഒരു ഐറ്റം മതി. പാത്രം കഴുകാം, സിങ്ക് ക്ലീൻ ചെയ്യാം, സ്റ്റൗ ക്ലീൻ ചെയ്യാം. സ്ക്രാച്ചസ് ഒന്നും വരുകയില്ല. ഇത് വാങ്ങിക്കുമ്പോൾ 66 റുപ്യ ഉണ്ടായിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഇതൊരുവിധം എല്ലാവരും ഉപയോഗിക്കുന്നൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. ആരെങ്കിലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതെന്തായാലും വാങ്ങിക്കോ, അടിപൊളിയാണ്. ഈ ഒരു സിലിക്കൺ ഗ്ലൗ എയർ ഫ്രയറിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇത് വാങ്ങിക്കാൻ എയർ ഫ്രയർ വേണമെന്നില്ല. നമുക്ക് അടുക്കളയിൽ സാധാരണ നമ്മൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ എടുക്കൂലേ, അതൊക്കെ ഇതുകൊണ്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. എന്തിനേറെ പറയുന്നത്, നമുക്ക് ചൂടുള്ള മുട്ട വരെ ഇതുകൊണ്ട് എടുക്കാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളി പ്രൊഡക്റ്റാണ്. വാങ്ങിക്കുമ്പോൾ 120 രൂപയോ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പണ്ട് മുതലേ കിച്ചൺ കൗണ്ടർ ടോപ്പും ടേബിളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുണിയല്ലേ ഉപയോഗിക്കുക. ആ തുണിക്ക് പകരം ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഒരു സ്പോഞ്ച്. ഇത് റീയൂസബിൾ ആണ്. നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മൾ തുടയ്ക്കുമ്പോൾ ഭയങ്കര നീറ്റായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. ഇത് കഴുകി എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരില്ല. ഇതെന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്. കിച്ചണിൽ ഇല്ലെങ്കിൽ എന്തായാലും വാങ്ങിക്കണം. ഇനി ഇതൊരു ഓയിൽ ഡിസ്പെൻസറാണ്. ഇത് എയർ ഫ്രയറിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് ബോട്ടിൽ പൊളിയുന്ന ടൈപ്പ് ബോട്ടിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന് 200 രൂപയിൽ താഴെ ഉണ്ടായിട്ടുള്ളൂ. കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. ഇതും നല്ല പ്രൊഡക്റ്റാണ്. നമുക്ക് അധികം ഓയിൽ ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഇതും എയർ ഫ്രയറിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. സിലിക്കൺ മോൾഡ്. ഈ സെറ്റിൽ 6 വരുന്നത്. ഇതിൻ്റെ ഒരു വലുതും കൂടെ ഉണ്ട്. അതിലിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാൻ പറ്റാത്തത്.
ഇതും വാങ്ങിക്കുന്ന സമയത്ത് 200 രൂപയിൽ താഴെ ഉണ്ടായിട്ടുള്ളൂ. നല്ല പ്രൊഡക്റ്റാണ്. ക്ലീൻ ചെയ്യാനൊക്കെ പെട്ടെന്ന് കഴിയും. നല്ല ഈസിയാണ്. അപ്പോൾ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിലിക്കൺ മോൾഡ് വാങ്ങി വെക്കുന്നത് ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.